വളരെ റീസെൻ്റായിട്ട് അനന്തരാമൻ എന്ന യൂട്യൂബറിൻ്റെ ഒരു വീഡിയോ കാണാനിടയായി. എനിക്ക് പേഴ്സണലി ഒരുപാട് ഇഷ്ടമുള്ള ഒരു യൂട്യൂബറാണ് അനന്തരാമൻ. അദ്ദേഹത്തിൻ്റെ വീഡിയോകളെല്ലാം ഞാൻ സ്ഥിരമായിട്ട് കാണുന്ന ആളാണ്. നിസാരം പോലുള്ള പരിപാടി, ക്യൂരിയസ് എന്ന് പറയുന്ന പ്രോഗ്രാമൊക്കെ വളരെ രസകരമായിട്ട് അദ്ദേഹം സയൻസിനെ സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വിശദീകരിച്ച് തരുന്ന ഒരു വ്യക്തിയാണ്. എൻ്റെ അറിവിൽ അദ്ദേഹത്തിന് ഫിസിക്സിൽ അദ്ദേഹം PhD ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. നല്ല അറിവുള്ളൊരു വ്യക്തി. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ കഴിഞ്ഞ ദിവസം ഒരു പോഡ്കാസ്റ്റ് കാണാനിടയായി. ഒരു ഇൻ്റർവ്യൂ സെക്ഷനാണ്. അതിൽ അദ്ദേഹം ഉന്നയിക്കുന്ന ഒരു വളരെ ലോജിക്കലായിട്ടുള്ള റീസണബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, വളരെ ജെനുവിൻ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഏതൊരു മനുഷ്യൻ്റെ ഉള്ളിലുള്ള ഒരു ചോദ്യമാണത്. അദ്ദേഹം പറയുന്നത് ഇങ്ങനെയാണ്: മനുഷ്യനെ ജീവിക്കാൻ വേണ്ടിയാണെങ്കിൽ എന്തിനാണ് ദൈവം ഇത്ര വലിയ, ഇത്ര വാസ്റ്റായിട്ടുള്ള, നമുക്ക് പറയാനാണെങ്കിൽ ഒരു ഇൻഫിനിറ്റ് ആയിട്ടുള്ള ഒരു പ്രപഞ്ചത്തെ ദൈവം എന്തിനാണ് സൃഷ്ടിച്ചത്? അപ്പം ഇദ്ദേഹം ആദ്യം തന്നെ ക്രിയേറ്റർ എന്ന് പറയുന്ന ആ ഒരു, അല്ലെങ്കിൽ ഒരു സൃഷ്ടാവ് ഭൂമിക്കുണ്ടാകാം, പ്രപഞ്ചത്തിനുണ്ടാകാൻ അങ്ങനെ വിശ്വസിക്കുന്നത് കൊണ്ട് തെറ്റില്ല എന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വാദമായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇത്ര വാസ്റ്റായിട്ടുള്ളൊരു പ്രപഞ്ചത്തെ മനുഷ്യന് വേണ്ടി എന്തിന് ദൈവം സൃഷ്ടിച്ചു? ഒരു ഭൂമി ഒരു സോളാർ സിസ്റ്റത്തിലോ തീർക്കാനുള്ള കാര്യമേ ഉള്ളൂ. പക്ഷേ എന്തിനായിരിക്കാം മനുഷ്യർക്ക്, അല്ലെങ്കിൽ മനുഷ്യരോട് ഇത്രയും കൺസേൺഡ് ആയിട്ടുള്ള ഒരു ക്രിയേറ്റർ എന്തിനായിരിക്കാം ഇത്രയും വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചത്? മനുഷ്യനൊരു പ്രയോജനമില്ല. ഇപ്പോൾ നമ്മുടെ സോളാർ സിസ്റ്റത്തിൽ തന്നെ സണ്ണുണ്ട്. നമ്മൾ കണ്ടുപിടിച്ചിരിക്കുന്ന 8 പ്ലാനറ്റുകളുണ്ട്. ഇൻഫിനിറ്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് നക്ഷത്രങ്ങളുണ്ട്. പിന്നെ നമുക്ക് കാണാൻ സാധിക്കാത്തതും അല്ലെങ്കിൽ നമുക്കിതുവരെയും കണ്ടെത്താൻ സാധിക്കാത്തതുമായിട്ടുള്ള നിരവധി പാർട്ടിക്കിൾസ് ഉള്ള ഒരു സോളാർ സിസ്റ്റം. ഇത് ഇത്രയും വലിയ വാസ്റ്റായിട്ടൊരു ഗാലക്സിയുടെ ഭാഗം, അതുപോലെ ആയിരക്കണക്കിന് ഗാലക്സികൾ, ഇൻഫിനിറ്റ് ആയിട്ടുള്ള സാധ്യതകൾ എന്തിനായിരിക്കും? ഇത് വളരെ ലോജിക്കലായിട്ടുള്ളൊരു ക്വസ്റ്റ്യനാണ്. ഇപ്പോൾ ദൈവം അല്ലെങ്കിൽ ഈ പറയുന്ന സൃഷ്ടാവ് ഇത്ര വലിയൊരു മണ്ടത്തരം എന്തിനായിരിക്കും കാണിച്ചിട്ടുണ്ടാകും? ഒരു സാധാരണ വ്യക്തിക്ക് ഉണ്ടാകാവുന്ന ഒരു സാധാരണ ക്വസ്റ്റ്യനാണ്, സ്വാഭാവികമായിട്ടുണ്ടാകുന്ന ക്വസ്റ്റ്യനാണ്. ഒരിക്കലും അതിന് തെറ്റ് പറയാൻ പറ്റത്തില്ല. അദ്ദേഹം ചോദിച്ച ചോദ്യത്തിന് റീസണബിളായിട്ടുള്ള ഒരു, അല്ലെങ്കിൽ ലോജിക്കലായിട്ടുള്ള ഒരു ഭാഗമുണ്ട് തന്നെ. അപ്പം ഇതിനെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? എന്തായാലും ഇൻഫിനിറ്റ് ആയിട്ട് നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിന് ഇത്രയും എനർജി ആവശ്യമുള്ള ഒരു സിസ്റ്റത്തിന് തീർച്ചയായിട്ടും ഒരു ക്രിയേറ്റർ ഉണ്ടായിരിക്കാം എന്നുള്ള ചിന്തയിലാണ് ഞാൻ, ആ ഒരു സ്റ്റാൻഡിലാണ് നിൽക്കുന്നത്. എന്നെപ്പോലെ അനേകർ പ്രപഞ്ചത്തിന് ഒരു സൃഷ്ടാവുണ്ടെന്ന് വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ സൃഷ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നത് പോലെ, ഇത് വിശ്വാസം മാത്രമാണ്, വിശ്വസിക്കുന്നത് പോലെ തന്നെ സൃഷ്ടാവുണ്ട് എന്ന് വിശ്വസിക്കുവാനും മനുഷ്യർക്ക് റൈറ്റ് ഉണ്ട്. അങ്ങനെ ചിന്തിക്കുന്നത് കൊണ്ട് തെറ്റില്ല. അങ്ങനെ ചിന്തിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. അപ്പോൾ ഇതിൽ ഇദ്ദേഹം പറയുന്ന ഒരു കാര്യം, എന്തിന് ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ മനുഷ്യനെ കൺസിഡർ ചെയ്തിട്ടാണെങ്കിൽ എന്തിന് ഇത്രയും വലിയൊരു പ്രപഞ്ചത്തെ ഉണ്ടാക്കി? അപ്പോൾ ഇദ്ദേഹം ചോദിച്ച അതേ ലോജിക്കിൽ തന്നെ അതിനൊരു മറുപടി പറയുകയാണെങ്കിൽ, ഒരു സോളാർ സിസ്റ്റത്തെയോ അല്ലെങ്കിൽ ഒരു ഭൂമി പോലുള്ളൊരു പ്ലാനറ്റിനെയോ ഉണ്ടാക്കുവാൻ കഴിവുള്ളൊരു ക്രിയേറ്റർ തീർച്ചയായിട്ടും അദ്ദേഹം ഇമ്മൻസ് ആയിട്ടുള്ള എനർജിയെ ക്യാരി ചെയ്യുന്ന ഒരാളായിരിക്കണം, അല്ലെങ്കിൽ ഒരു എൻറ്റിറ്റിയോ ബീയിങ്ങോ ആയിരിക്കണം. ഇമ്മൻസ് ആയിട്ടുള്ള, കാരണം അല്ലെങ്കിൽ ഇത്രയും വലിയൊരു സോളാർ സിസ്റ്റത്തെ എക്സ്റ്റേണൽ ഫോഴ്സ് ഒന്നുമില്ലാതെ സൂര്യൻ്റെ ജ്വലനം എന്ന് പറയുമ്പോൾ അതിൽ ഫ്യൂഷനാണ് നടക്കുന്നത്. അങ്ങനെയെങ്കിലും ഈ സോളാർ സിസ്റ്റത്തിൻ്റെ അല്ലെങ്കിൽ സണ്ണിൻ്റെ ഗുരുത്വാകർഷണ ബലത്തിൽ ഈ പ്ലാനറ്റുകളെ മുഴുവൻ താങ്ങി നിർത്തിയിരിക്കുന്ന ആ ക്രിയേറ്ററിന് ഉറപ്പായിട്ടും ഇമ്മൻസ് ആയിട്ടുള്ള പവറിനെ ക്യാരി ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കും. അങ്ങനെ ഇമ്മൻസ് ആയിട്ടുള്ള ഒരു ക്രിയേറ്ററിന് മാത്രമേ ഇത്രയും വലിയൊരു സിസ്റ്റത്തെ ഉണ്ടാക്കുവാൻ കഴിയത്തുള്ളൂ. അങ്ങനെയെങ്കിൽ ആ ക്രിയേറ്ററിൻ്റെ സാധ്യത എന്താണ്? നമുക്കറിയാൻ പാടില്ലാത്ത സാധ്യതകൾ, പോസിബിലിറ്റികൾ അദ്ദേഹത്തിനുണ്ടാകാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതായത് ആ ക്രിയേറ്ററിൽ നിന്ന് എന്തെല്ലാം
ക്രിയേഷനായി പുറത്തേക്ക് വരാമെന്ന് ചിന്തിക്കുവാൻ പോലും നമുക്ക് കഴിയത്തില്ല. അങ്ങനെ ഇമ്മൻസായിട്ട് ഇൻഫിനിറ്റായിട്ട് നിൽക്കുന്ന ഒരു ക്രിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് ഇൻഫിനിറ്റായിട്ടുള്ള ക്രിയേഷൻസ് ഉണ്ടാകുന്നത് ലോജിക്കലി ഒരു പ്രശ്നമുള്ളതായിട്ട് തോന്നുന്നില്ല. നമുക്ക് ഒരു 100 വർഷത്തിന് ശേഷമുള്ള കാര്യത്തെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള അറിവ് വെച്ചിട്ട്, അത് ശാസ്ത്രലോകം തന്നെ അംഗീകരിക്കുന്നൊരു കാര്യമാണ്. ലിമിറ്റഡായിട്ട് നമ്മുടെ നോളജ്, നമ്മുടെ വളരെ പരിമിതികളുള്ള അറിവാണ് മനുഷ്യനുള്ളത്. എന്നാൽ ആ അറിവ് വെച്ചിട്ട് അടുത്ത 100 വർഷം എങ്ങനെ എന്തായി തീരണമെന്നുള്ള പ്ലാനിങ്ങോടുകൂടി നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ, ഇൻഫിനിറ്റായിട്ട് ഇമ്മൻസായിട്ട് പവറിനെ, എനർജിയെ ക്യാരി ചെയ്യുന്ന ഒരു ക്രിയേറ്ററിന് ഈ കാണുന്ന പ്രപഞ്ചത്തെ, അല്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയാത്ത ഒന്നിനെയും എത്രത്തോളം അധികമായി ചെയ്യുവാൻ കഴിയും. അതുകൊണ്ട് തന്നെ ഇൻഫിനിറ്റായിട്ടുള്ള ഈ ക്രിയേറ്ററിൽ നിന്നുള്ള സാധ്യതകൾ ഇൻഫിനിറ്റാണ്. അവിടെ ബ്ലാക്ക് ഹോൾ ഉണ്ടാകാം, അവിടെ മറ്റ് ഗാലക്സികൾ ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ പ്ലാൻ അതുമായിട്ട് ബന്ധപ്പെട്ട ഇമ്മൻസായിട്ടുള്ള പ്ലാനുകളാകാം. അത് നമ്മൾ അറിയണമെന്ന് യാതൊരു തരത്തിലുള്ള നിർബന്ധവുമില്ല. അപ്പോൾ ഒരു ക്രിയേറ്റർ എന്ന് പറയുന്ന തോട്ടിന്, ചിന്തയ്ക്ക് ഇത്രത്തോളം, അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ മനുഷ്യന് വേണ്ടി ഒരു ഭൂമിയെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, തീർച്ചയായിട്ടും ഒരു സോളാർ സിസ്റ്റത്തെ സൃഷ്ടിക്കാൻ കഴിയുമെങ്കിൽ, അദ്ദേഹത്തിൽ നിന്നുള്ള സൃഷ്ടികൾക്കും അതേപോലെ തന്നെ ഇൻഫിനിറ്റായിട്ടുള്ള സ്വഭാവങ്ങളുണ്ടാകും. എത്ര വേണമെങ്കിലും, നമ്മളിപ്പോൾ കാണുന്ന പോലെ മാത്രമായിരിക്കത്തില്ല. നമ്മൾ സാധാരണ രീതിയിൽ പറയുന്നത്, ഈ പ്രപഞ്ചത്തെ നമ്മൾ ഹാസ് എ ഹോൾ എന്ന രീതിയിൽ എടുക്കുകയാണെങ്കിൽ ഇവിടെ 4% മാത്രമാണ് ഈ വിസിബിൾ യൂണിവേഴ്സ് എന്ന് പറയുന്നത്. ബാക്കി 96% ഇൻവിസിബിളാണ്. ഇൻവിസിബിൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ അറിവിനും നമ്മുടെ കോംപ്രഹെൻഷനും അപ്പുറമായി, അണ്ടർസ്റ്റാൻഡിങ്ങിനും അപ്പുറമായി നിൽക്കുന്ന ഒന്നായിട്ടാണ് നമ്മൾ പ്രപഞ്ചത്തെ കാണുന്നത്. അപ്പോൾ അത് ആ ഇൻഫിനിറ്റ് ആയിട്ടുള്ള ക്രിയേറ്ററിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ഇൻഫിനിറ്റ് ആയിട്ടുള്ള സാധ്യതകളായി മാത്രം കണ്ടാൽ മതി. ഒരു ചെറിയ ചക്കക്കുരു, ഒരു വിത്ത്, ആ ചക്കക്കുരുവിൽ നിന്ന് നമുക്ക് എണ്ണിത്തിട്ടപ്പെടുത്താൻ കഴിയാത്തത്ര രീതിയിൽ ജാക്ക് ഫ്രൂട്ടിനെ ഉണ്ടാക്കുവാൻ ആ മരത്തിന് കഴിയുമെങ്കിൽ, ഇത്രയും വലിയ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ഒരു സോളാർ സിസ്റ്റത്തെ എങ്കിലും സൃഷ്ടിച്ച ദൈവത്തിന് അവൻ്റെ ഉള്ളിൽ നിന്ന് എത്രത്തോളം വലിയ സൃഷ്ടികൾ പുറത്തേക്ക് വരാം. അതുകൊണ്ടാണ് ബൈബിൾ ആ ദൈവത്തെ ഏറ്റവും വലിയവനെന്ന് വിളിക്കുന്നത്. അതിനപ്പുറം ഒരു വേർഡ് ദൈവത്തിന് കൊടുക്കുവാൻ കഴിയത്തില്ല. ഇന്നലെയും ഇന്നും എന്നും അനന്യനായിരിക്കുന്നവൻ, സർവശക്തനായവൻ എന്നൊക്കെ വിളിക്കുവാനുള്ള കാരണം അത് മനുഷ്യൻ്റെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അപ്പോൾ ക്രിയേറ്റർ എന്ന് നമ്മൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ ക്രിയേറ്ററിന് ഇൻഫിനിറ്റ് ആയിട്ടുള്ള കഴിവുകളുണ്ടെന്നും ഇൻഫിനിറ്റ് ആയിട്ടുള്ള സാധ്യതകളുണ്ടെന്നും മനസ്സിലാക്കുന്നിടത്താണ് വിശ്വാസത്തിന് ഒരു ലോജിക്കൽ ഫ്രെയിം ഉണ്ടാകുന്നത്. താങ്ക് യു.